തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ എൻ ജോയിക്ക് വേണ്ടി രണ്ടാം ദിനവും തെരച്ചിൽ തുടരുന്നു. ശുചീകരണ തൊഴിലാളിയായ എൻ ജോയിയെ കാണാതായിട്ട് 24 മണിക്കൂർ പിന്നിട്ടു. മാൻഹോളിൽ ഇറങ്ങിയുള്ള ആദ്യഘട്ട തെരച്ചിൽ തൽക്കാലം അവസാനിപ്പിച്ചു. മാലിന്യ കൂമ്പാരമാണ് വെല്ലുവിളി. തുടർ രക്ഷാപ്രവർത്തനം തീരുമാനിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. എൻ ജോയിയെ ഉടൻ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തുന്നത് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. രക്ഷാപ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ വരുന്നുണ്ട്, അതുപോലെ പോലീസ് ഓഫീസർമാരുണ്ട്, കളക്ടറേറ്റിലെ ആർഡിഒ ഉണ്ട്. അവരോട്ടൊന്ന് ഒരു ആശയവിനിമയം നടത്താൻ വേണ്ടി പോവുക. ജോയിയെ കണ്ടു കിട്ടുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതലായിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. സലിം മാലിക്, എം ജി പ്രതീഷ്, ഹരികൃഷ്ണൻ, വി എ ഗിരീഷ് എന്നിവർ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം എം ജി പ്രതീഷിലേക്ക്. പ്രതീഷ്, ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ഈ രക്ഷാദൌത്യത്തിന്റെ പുരോഗതി എന്താണ്? എന്തൊക്കെയാണ് ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ജോയിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം ഇന്നലെ ഈ സമയത്ത് ആരംഭിച്ച തിരച്ചിലാണ് ഇപ്പോഴും ആമയിഴഞ്ചാൻ തോട്ടിൽ തുടരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ തോട്ടിനുള്ളിലെ ടണലിലേക്ക് വീണ്ടും സ്കൂബ ടീം അംഗങ്ങൾ പ്രവേശിക്കാനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനായി അവർ പൂർണ്ണമായും സജ്ജരായി കഴിഞ്ഞു. നേരത്തെ ഈ രാവിലെ മുതൽ തന്നെ സ്കൂബ ടീം അംഗങ്ങൾ പരിശ്രമിച്ചത് ഈ ടണലിന്റെ മറുഭാഗത്ത് ഈ പ്ലാറ്റ്ഫോമിന്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ സമീപത്ത് ഒരു മാൻഹോൾ ഉണ്ട്. ആ മാൻഹോളിൽ ഇറങ്ങിയുള്ള പരിശോധനയായിരുന്നു ഈ മണിക്കൂറുകളിൽ നടന്നത്. പക്ഷേ 2 തവണ അത്തരത്തിൽ 3 അംഗ സ്കൂബ ടീമുകൾ ഇറങ്ങി പരിശോധന നടത്തിയെങ്കിലും ജോയിയെ കണ്ടെത്താനോ ജോയി ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഭാഗത്തേക്കോ ഈ സ്കൂബ ടീം അംഗങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ പരിശ്രമം വിഫലമായതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയ അതേ സ്ഥലത്ത് വീണ്ടും തിരച്ചിൽ തുടരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ മുൻഭാഗത്തെ ഈ മാലിന്യം കുറച്ചെങ്കിലും നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ സ്കൂബ ടീം അംഗങ്ങൾ ഈ ടണലിന്റെ ഉൾഭാഗത്തേക്ക് കടക്കും. ഇന്നലെ 50 മീറ്റർ വരെയായിരുന്നു സ്കൂബ ടീം അംഗങ്ങൾക്ക് ഈ ടണലിന്റെ ഉള്ളിലേക്ക് പോകാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ 30 മീറ്റർ സ്കൂബ ടീം അംഗങ്ങൾ ഉള്ളിലേക്ക് സഞ്ചരിച്ചിരുന്നു. പിന്നീട് വൈകിട്ട് തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് 20 മീറ്റർ കൂടി പോയി 50 മീറ്ററോളം തിരച്ചിൽ നടത്തിയെങ്കിലും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തിരച്ചിലിന് നേതൃത്വം നൽകുന്നവരും പറയുന്നത് ഈ ടണലിനുള്ളിൽ തന്നെ ജോയി ഉണ്ടാകുമെന്നതാണ് ഇവർ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഇപ്പോഴും തിരച്ചിൽ തുടരാനാണ് തീരുമാനം. NDRFന്റെ സംഘവും നിലവിൽ ഇവിടെ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പ്രധാനമായും നഗരസഭാ ഉദ്യോഗസ്ഥരും NDRF സംഘങ്ങളും ചേർന്നാണ് ഒരു വശത്ത് മാലിന്യം നീക്കം ചെയ്യുന്നത്. അതിനൊപ്പമാണ് സ്കൂബ ടീം അംഗങ്ങൾ ഈ ടണലിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നത്. ഒപ്പം ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലും നേരത്തെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ താൽക്കാലികമായ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ ജോയിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളത്. പക്ഷേ അപ്പോഴും അവർക്ക് മുന്നിൽ ഇപ്പോഴും വലിയ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ മുൻഭാഗത്തെ മാലിന്യം മാത്രമാണ് നീക്കം ചെയ്തത്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ മാലിന്യ നീക്കം ഏകദേശം ലോറിക്കണക്കിന് മാലിന്യമാണ് ഈ ടണലിന്റെ മുൻഭാഗത്ത് നിന്ന് ഇതുവരെ നീക്കിയത്. പക്ഷേ ഇപ്പോൾ നീക്കം ചെയ്ത മാലിന്യത്തിന്റെ എത്രയോ ഇരട്ടി മാലിന്യം ഈ ടണലിന് ഉൾഭാഗത്ത് ഉണ്ട് എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അകത്ത് കടന്ന് കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് പ്രധാനപ്പെട്ട തടസ്സം. ഒപ്പം ഈ മുൻഭാഗത്ത് കാണുന്ന അത്രത്തോളം വീതി ഈ അങ്ങോട്ടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇല്ല. പല ഭാഗത്തും ഈ വേസ്റ്റ് അടിഞ്ഞ് പാറ പോലുള്ള ഒരു സാഹചര്യമാണ് എന്നതാണ് ഈ സ്കൂബ ഡൈവ് നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ നേരത്തെ പറഞ്ഞത്. ഒരു കേവ് ഡൈവിങ്ങിന് സമാനമായ രക്ഷാദൌത്യമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഉള്ളിലേക്ക് ഇറങ്ങുന്ന മുങ്ങി പരിശോധന നടത്തുന്ന ഈ സ്കൂബ അംഗങ്ങൾക്ക് വരെ അപകട സാഹചര്യമുള്ള അത്രത്തോളം സങ്കീർണമായ ഒരു രക്ഷാപ്രവർത്തനമാണ് നിലവിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം അതിന്റെ ഒരു അവസാന ഒരു ഘട്ടത്തിലേക്ക് അടുക്കുന്നുവെന്ന് നമുക്ക് പറയാൻ ഇതുവരെയും ആയിട്ടില്ല. കാരണം ഇനി വീണ്ടും ഈ ടണലിനുള്ളിലേക്ക് കയറി പരിശോധിച്ചാൽ മാത്രമേ നിലവിൽ ഉള്ള ഒരു സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്നലെ മുഴുവൻ ഒരു പകൽ മുഴുവൻ പരിശോധന നടത്തിയ ഒരു ഇടത്താണ്
വീണ്ടും ഈ അംഗങ്ങൾ വീണ്ടും പരിശോധനയ്ക്ക് എത്തുന്നത്. ഈ സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി നിലവിൽ സ്കൂബ ടീം അംഗങ്ങൾക്ക് ഉണ്ട് എന്നതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. എന്തായാലും ഈ മാലിന്യ നീക്കം വലിയ വെല്ലുവിളി രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അവർ പറയുന്നത് സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം, ഒരു രക്ഷാ ദൗത്യമാണ് അവർക്ക് മുന്നിലുള്ളത് എന്നതാണ്. കാരണം ഇത്രത്തോളം മാലിന്യ കൂമ്പാരം അവിടെ അടിഞ്ഞു കിടക്കുന്നു. അത് നീക്കം ചെയ്തിട്ടും മാലിന്യം മാറുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം ഈ സങ്കീർണമാക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു പ്രത്യേകതയിലേക്ക് കൂടി വന്നാൽ പ്രതീക്ഷ കേൾക്കാം, തുടർന്നോളൂ. സലിം മാലിക്കും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലിം മാലിക്, എന്താണ് ഇപ്പോൾ ഇന്നത്തെ ഈ വീണ്ടും ദൗത്യം തുടരുമ്പോഴുള്ള ആക്ഷൻ പ്ലാൻ? വേണു, ഇപ്പോൾ ഒരു സമാനതകളില്ലാത്ത രക്ഷാദൗത്യം പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ ആ ദൗത്യം അതിൻ്റെ 24-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ തുടങ്ങിയിടത്തു തന്നെ വീണ്ടും എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 6:30 ടണലിനുള്ളിൽ കടന്ന്, ഇന്നലെ കയറാൻ സാധിക്കാത്ത ടണലിനുള്ളിൽ കടന്നായിരുന്നു സ്കൂബ ഡൈവർമാർ പരിശോധന നടത്തിയത്. അവിടെ പരിശോധന നടത്തിയെങ്കിലും ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞ സ്ഥലമായിരുന്നു. അവിടേക്ക് വളരെ കുറച്ച് സ്ഥലം മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ. അത്രയധികം മാലിന്യ നിക്ഷേപം അതിനകത്തുള്ളത് കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് കടക്കാൻ ആ ടീമിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ പ്രദേശത്തെ മാലിന്യം നീക്കിയാൽ മാത്രമേ അവിടേക്കൊരു പരിശോധന സാധ്യമാകുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം മാലിന്യം അവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ജോയി അവിടേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂടി കുറവാണ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഈ തുടങ്ങിയ സ്ഥലത്ത് തന്നെ പരിശോധന നടത്തുന്നത്. ഇവിടെയുള്ളൊരു 100 മീറ്ററിനുള്ളിൽ ഏതെങ്കിലും ഭാഗത്ത് ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഉള്ളത്. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഇന്നലെ ഇല്ലാതിരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രധാന നേതാക്കളും ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി തന്നെ നേരിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഉന്നതതല യോഗം ചേരുന്നുണ്ട്, കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഫയർഫോഴ്സ് മേധാവി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്, മേയറുണ്ട്, മറ്റ് MLA-മാരുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഉന്നതതല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏത് വിധത്തിൽ ഇനി എന്തൊക്കെ ആക്ഷൻ പ്ലാനുകൾ സ്വീകരിക്കാമെന്നുള്ളതിന്റെ ചർച്ച നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ആ ടീം ഇന്നലെ മുതൽ ഉറക്കമൊഴിച്ച് ജോലി ചെയ്യുന്ന, ഒരു മനുഷ്യന് വേണ്ടി ജോലി ചെയ്യുന്ന ആ ടീം ഇപ്പോഴും നമ്മുടെ ദൃശ്യങ്ങളിലുണ്ട്. അവർ അടുത്ത ആക്ഷനായുള്ള തയ്യാറെടുപ്പിലാണ്. അവർ കയറും വടവും കെട്ടിക്കൊണ്ട് വീണ്ടും ആ സ്ഥലത്തേക്ക്, ആ ടണലിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് സ്കൂബ ഡൈവർമാർ ഉള്ളത്. ഇന്നലെ ഈ ടീമായിരുന്നു ഇന്നലെയും ഇതിനകത്തേക്ക് ഇറങ്ങി പരിശോധന നടത്തി. പക്ഷേ ഇന്നലെ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുമ്പോൾ നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇവിടെ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത മാലിന്യ നിക്ഷേപമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് ആദ്യം മനുഷ്യൻ എന്ന നിലയിൽ തന്നെ കയ്യിൽ എടുത്തു മാറ്റുകയും പിന്നീട് JCB ഉപയോഗിച്ച് മാറ്റുകയും ഏറ്റവും ഒടുവിൽ റോബോട്ടിന്റെ സാധ്യത ഉൾപ്പെടെ തേടി ആ മാലിന്യങ്ങൾ ഈ സ്ഥലത്ത്, ഈ ടണലിനുള്ളിലെ മാലിന്യങ്ങൾ ഏറെക്കുറെ വലിയ അളവിൽ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഓർക്കണം, ഇപ്പോഴും മാലിന്യങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട്. ഇന്നലെ 10 മണി മുതൽ ഈ സമയം 10:30 വരെയും ഈ ഒരു സ്ഥലത്ത് ഈ രക്ഷാപ്രവർത്തനവും പരിശോധനയും നടക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് ഈ മാലിന്യം മാറ്റിക്കൊണ്ടിരിക്കുന്ന നടപടി കൂടി തുടർന്നതാണ്. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ മാലിന്യം പൂർണ്ണമായി ഇവിടെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു വേള വിശ്രമിക്കാതെ മാലിന്യം നീക്കം ചെയ്തിട്ടും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മാറ്റാൻ കഴിയാത്തത്ര മാലിന്യം ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ വന്നു എന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടതാണ്. അതിന് ഉത്തരവാദികൾ ആര് എന്ന് തിരുവനന്തപുരത്തുള്ള ആളുകൾ ഉൾപ്പെടെ. സലിം മാലിക്കിലേക്ക് വരാം. സലിം മാലിക്കും MG പ്രദേശും ഹരികൃഷ്ണനും VA ഗിരീഷുമാണ് തത്സമയ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിൽ ഇന്നലെ മുതൽ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുരോഗമിക്കുകയാണ്.